ഞാൻ കാടും കുന്നെല്ലാം ആസ്വദിക്കുകയാണ്. അവർക്ക് ട്രാക്ടർ ഓടിക്കാൻ വേണ്ടി പോവാട്ടോ. പൊട്ടി പോട്ടോ. വിജയ് പറക്കാൻ വേണ്ടി പോവാണ്. യോ ഹായ് ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കമർക്കൊക്കെ കൂടി മലപ്പുറത്തുള്ള ഒരു കുന്ന് കയറാൻ വേണ്ടി വന്നാട്ടോ. നമ്മള് സൺഡേ ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയാണ്. നമ്മള് പിള്ളേരൊക്കെ മുകളിൽ പോയിട്ടുണ്ട്. നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ ഒരു കുന്നിൻ പ്രദേശത്തേക്കാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഏകദേശം ഇപ്പൊ സമയം 6 മണിയാണ്. നമ്മളിപ്പോ അതിമനോഹരമായ ദൈവത്തിന്റെ വരദാനം എന്നൊക്കെ പറയുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നേരെ ഇങ്ങനെ മോൾക്ക് കയറാൻ വേണ്ടി പോട്ടോ. ഇവിടെ അടിപൊളിയായിട്ടുള്ള കോരി സംഭവങ്ങളെ കേട്ടോ. ഗായ്സ്, ഇപ്പോൾ വീഡിയോ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാലും തമ്മിലുള്ള കണക്ഷൻ പോയിന്റുള്ളൂ. അപ്പോൾ ചെക്കന്മാരൊക്കെ മുകളിലുണ്ട് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാറ കയറാൻ വേണ്ടി പോട്ടോ. നമുക്ക് കയറണ്ടോ അമർക്ക? സണ്ണൊക്കെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ വരണമായിരുന്നു, എന്നാ ഒന്നുകൂടെ ഉഷാറായിരുന്നു. ഇറങ്ങാൻ സ്വീപ്പായി പോവില്ലേ? കവർക്ക് അതെ പറ്റി പിടിച്ചൊക്കെ കയറുന്നുണ്ട്. സ്ലിപ്പായ സീനാണ് ഗായ്സ്. അപ്പൊ അതെ അവിടെയൊക്കെ വൈബാട്ടോ, ഒന്നും പറയാനില്ല. നമുക്കിതിന്റെ ടോപ്പിലെത്തിയിട്ട് നോക്കാം. കിളികളുടെ ഒക്കെ ശബ്ദമൊക്കെ ആയിട്ട് വൈബാട്ടോ. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടത്തെ കോരിയൊക്കെ ആയിട്ടില്ലേ. സ്വിമ്മിംഗ് പൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. സ്വിമ്മിംഗ് പൂള് അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാന്. ഇനിയും കുറച്ചും കൂടി കയറാണ്ട് ഗായ്സ്. പ്രത്യേകത എന്താ പറയുക, നമ്മൾ മറ്റുള്ള കുന്നുകളിലൊക്കെ ഒരുപാട് ക്രൗഡ് ഉണ്ടാവുന്നുണ്ട് രാവിലെയൊക്കെ. ഇവിടെ നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ 4 പേര് മാത്രം. സോലി, അഫ്രീദി, അസ്ലം. അങ്ങനെ ഇങ്ങനെ കയറാൻ പറ്റില്ല ഗായ്സ്. വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓ ഗായ്സ്, അപ്പൊ നമ്മളിതേ ഈ കുന്നിന്റെ ടോപ്പിലെത്തിട്ടോ. അവിടത്തെ കോറി കാണുന്നുണ്ട്. അവിടത്തെ ഒരു ട്രാക്ടറൊക്കെ ഉണ്ട് കേട്ടോ. സോ നൈസ്. എന്താ ഇതെന്ന് നമ്മള് പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ആ വെടിമരുന്നിന്റെ തിരിയാണിത്. ഓ അങ്ങനെ. ഓക്കെ, സോല ഇതെന്താ അറിയോ? വെടിമരുന്നിന്റെ തിരിയാണ്. അല്ലല്ല, ഇത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ. ഇത് അതാണ് പവർ. ഓ ഗായ്സ്, അരെ ബൈ, നമസ്കാർ. हेलो डमो, ये गाड़ी कैसा आता है इधर में? ये गाड़ी ഓ ഗാഡി അങ്ങനെ കൊണ്ടുവന്നതാണ് ചോദിക്കുന്നത്. रास गाँव किधर है? ओडिशा. इसका अपन मैं फेस देखने के ये तो ओडिशा का आदमी का फेस है. ठीक है ना? ठीक है. हमारे ट्रैक्टर ഓടിക്കാൻ വേണ്ടി പോവാട്ടോ. ഓടിക്കാരെങ്കിൽ അത് വെറുതെ കൊണ്ടേ അവിടെ ഇവിടെ വീഴാന്ന് കാണണം. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അസ്ലമേ, ഈ ഒരു സ്ഥലം എനിക്ക് കാണുമ്പോ ഒരു ഗാനം ഓർമ്മ വരുന്നുണ്ട്. ഏത് ഗാനാണ് നിങ്ങൾക്ക്? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? പക്ഷെ നിങ്ങക്ക് പേരൊക്കെ ഉണ്ടാക്കണ്ടെന്ന് അതിന് കല്ലുണ്ട്. ആയിസപ്പോ അവിടെയൊക്കെ ഫുള്ള് കോട നിറഞ്ഞിരിക്കാട്ടോ. കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ മുമ്പ് ഒരു വ്ളോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധിക വ്ളോഗിൽ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് കിട്ടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഏരിയ ആണല്ലേ. നമുക്ക് എന്താ വെച്ചാല് നമുക്ക് ട്രെയിൻ പോകുന്ന ഏരിയ ഉണ്ട്, ബസ്സും കാറും പോകുന്ന ഏരിയ, അതാണ് ഫ്ലൈറ്റ് പോകുന്ന, അതാണ് നമ്മുടെ നാടിന്റെ പവർ. വീടിന്റെ അടുത്ത് കൂടിയാണ് കപ്പൽ വരെ പോകുന്നത്. എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു നാടാണ് നമ്മളെ നാട്. അടിപൊളിയായിട്ട് അവിടെയൊക്കെ
ഫുള്ള് മഞ്ഞ് എറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളൊക്കെ എന്താ പറയുക, നമ്മളെ വാപ്പനെയും ഉമ്മനെയൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. ഈ മനോഹരമായ ഭൂമി കാണാൻ വേണ്ടിയിട്ട് അവരാണല്ലോ നമുക്ക് ജന്മം തന്നത്. ഓ ഗായ്സ്, അപ്പോൾ അതെ 7 മണിക്കും നല്ല അടിപൊളി കോടയുണ്ട് കേട്ടോ. അവിടെയൊക്കെ മൂടിയിരിക്കുകയാണ്. സീ ഗായ്സ്, നമ്മൾ ഇവിടുന്ന് കണ്ട് നോക്കുമ്പോൾ ഈ ടെൻറ്റ് സ്കൈയൊക്കെ അടുത്ത് നിൽക്കുന്ന പോലെ ആയിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്ക് ജീവിതം ആസ്വദിക്കാം, നമ്മളെല്ലാ സമയം നമ്മൾ ആസ്വദിക്കാം. ഇയാള് ഓരോ ഉറക്ക കൊലയാക്കിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അത് അടിപൊളിയാട്ടോ. ഇവിടെ ഇന്ന് പ്രത്യേക ഒരു വൈബനാണ് ഫ്രണ്ട്സ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള കുന്നിൻ്റെ മുകളിൽ രാവിലെ എന്നിട്ട് ഇവിടുത്തെ ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു റിഫ്രഷ്നെസ് ആണോ ഗായ്സ്. അപ്പോൾ ഇവർ ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിവസം ഇവിടെ ടെൻ്റ് അടിക്കണം. കമർച്ച അവിടെ തള്ളി മറിക്കുന്നുണ്ട്. അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. നല്ല വൈബായിട്ടുള്ള സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സൂര്യന്റെ ഉദിക്കാറായി നിക്കാട്ടോ. എന്തും പാടാ. മൂപ്പര് പാടാൻ റെഡി ആയിരിക്കുകയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന അവർക്ക് ഒന്നും മിണ്ടുകില്ലേ. അപ്പൊ ഇവരെ ഇന്നലെ ഇവിടെ ടെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പാട് ഇവിടെ വന്നില്ലേ? അമീറുദ്ദീൻ അമീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമീറുൽ മുഅ്മിനീൻ കേട്ടില്ലേ? നേതാവാണ്. ടോപ്പ് ഡാൻസ് ആണ് ഗായ്സ്. അപ്പൊ DJ പറക്കാൻ വേണ്ടി പോവാണ്. അയ്യോ, അപ്പൊ ഇനി ഇത് ഷാഹിദ് അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. അങ്ങോട്ടേക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഇവര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ടെൻ്റ് അടിച്ച പിള്ളേർ പറഞ്ഞിട്ടുണ്ട് അണലി ഉണ്ട് എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഷാഹിദ് ഇവിടെ ഊഞ്ഞാലാടുകയാണ് ഗൈസ്. പൊട്ടി പോട്ടോ. ടോപ്പ് അലമ്പോട്ടെ അവർക്ക് രാവിലെ ആണ്. ഇത് ആൽബം ഷൂട്ടൊന്നുമല്ല. നിങ്ങൾ എന്താണ് അലമ്പടിക്കൽ ഗൈസ്. അപ്പോൾ ഇത് ഗൾഫിന്റെ ടെന്റാണ് കേട്ടോ. ഏകദേശം 6 പേർക്ക് ഇതിൽ കിടക്കാൻ പറ്റിയ അടിപൊളി ടെന്റാണ്. ഈ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതാണ്. അപ്പൊ ഇവരിവിടെ ടെന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്നാണല്ലോ ഷാഹിദ് എന്ന് ഇവരിവിടെ ടെന്റ് അടിച്ചിട്ടുണ്ട്. അടിച്ച ആള് ഞാനാട്ടോ. ഓരാണ്. അപ്പൊ കോഴിക്കോട് ജില്ലക്കാരാണെങ്കിലും മലപ്പുറം ജില്ലക്കാരാണെങ്കിലും വളരെ ചെലവ് കുറഞ്ഞ ഒരു അടിപൊളി ട്രിപ്പാണ്. അപ്പൊ സമയം ഏറായിട്ടും ഈ കോടൊന്നും പോയിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ടോപ്പ് വ്യൂ ദാ. അതൊക്കെ അവർക്ക് ഡാൻസ് കളിക്കുക കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇവിടെ ഇരിക്കുക കേട്ടോ. ക്ഷീണിതരായി ഇരിക്കുകയാണ് അല്ലേ കമർക്ക? അപ്പൊ ഇവിടെ എന്തായാലും ടെന്റ് അടിക്കണം എന്നാണ് പറയുന്നത്. കമർക്ക് എക്സസൈസ് ചെയ്യാട്ടോ ഇവിടുന്ന്. അപ്പൊ എന്താ പറയാ, അങ്ങ് ദൂരായിട്ട് ഒരുപാട് കിളികളുടെ ശബ്ദമൊക്കെ. ഓക്കെ നോ പ്രോബ്ലം. ഇയാളിത് ഗൈസ്, ഇത് കമർക്ക് ഇവിടെ തലോല ആടുകയാണ്. തലോല വീട ഊര് പൂട്ടോ. ഒരു മരത്തിലൊക്കെ അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഗൈസ്, അപ്പൊ ഞാൻ കാടും കുന്നെല്ലാം ആസ്വദിക്കുകയാണ് ഗൈസ്. അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. പ്രകൃതി രമണീയമായിട്ടുള്ള എന്തായാലും നമുക്ക് ഇവിടെ ഒരു ടെന്റ് ചെയ്യണം. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു കൊണ്ടുവന്ന ഊഞ്ഞാലാട്ടോ. നല്ല വൈബാണ് ഇതിൽ ഇങ്ങനെ ആടാൻ തന്നെ. അതേസമയം വേറൊരു വൈബ് തന്നെ ആട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയും കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഊഞ്ഞാലാടുകയാണ്. കാഴ്ച എന്താ സുഖം അറിയോ. മഴ
കാരണം ഇത് പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഞാൻ അതിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. കോടൊക്കെ പോയി ഫുള്ള് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ പ്രകാശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവര് ടെൻ്റൊക്കെ മടക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മള് പുതിയ മച്ചന്മാരാണ്. എന്റെ പേരെന്ന് പറയുന്നത് അജ്മലാണ്, നുഫ്സാന്, പിന്നെ ഇവൻ നല്ല പാട്ടുകാരനാട്ടോ. ഇവന്റെ പാട്ടൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ടെന്റ് അടിക്കാൻ വരുന്നുണ്ട്. ഷോബിൻ എന്റെ അൽതാഫ്. അപ്പം ഇവരൊക്കെ നമ്മളെ പുതിയ ഫ്രണ്ട്സ് ആണ്. കമർക്ക എന്താണ് പാട്? എന്ത് പാട്? അതിമനോഹരമായ ഇന്നത്തെ ഈ ഒരു ദിവസം എന്താടാ അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പേര് നമ്മളിങ്ങനെ പതിയെ പതിയെ കുന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ സെറ്റ് കേട്ടോ. പിന്നെ അതെ ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റിയ നല്ല കോറിയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ കുളിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ആഴം ഉണ്ടാവും. നമ്മള് വിചാരിച്ചില്ല എത്രക്കും അടിപൊളിയാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ ആയിരുന്നു. രാവിലെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നിങ്ങൾ വരാൻ ഒരു 5:30 സമയം പോലെ അതന്നെ. അതാണ് ഒരു ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അടിച്ചു പൊളിക്കണം ഗൈസ്. ഫാമിലി ആയിട്ടെങ്കിൽ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. എന്റെ ചാനലിന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ.